ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പരീക്ഷാ ഭവനിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ മിന്നൽ പരിശോധന നടത്തി. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും കാലതാമസമുണ്ടെന്ന നിരവധി പരാതി ശ്രദ്ധയിൽപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീൻ പരീക്ഷാ ഭവനിൽ മിന്നൽ പരിശോധന നടത്തി. പരീക്ഷാ ഭവനിൽ എത്തിയ അപേക്ഷകരുടെ പരാതികൾ നേരിട്ട് കേട്ടറിഞ്ഞ മന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. SSLC പരീക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ തിരുത്തലിനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും 2 മുതൽ 3 മാസം വരെ കാലതാമസമുണ്ടെന്ന വിവരം മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലതാമസം മാറ്റുന്നതിനുള്ള നടപടി അതിവേഗം നടപ്പിലാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. രണ്ട് നമ്പറും ലൈൻ ബിസിയാണ്. ഇവിടുത്തെ ആ 2 നമ്പർ ഈ നമ്പർ കംപ്ലൈന്റ് സാറേ, ഞങ്ങൾ ഇന്ന് എത്ര 3 ദിവസം പോയി സാറോടെ മൊബൈൽ നമ്പർ 2 മൊബൈൽ നമ്പർ നമ്മൾ വരുമ്പോഴുള്ള പ്രോപ്പറായ മറുപടി കിട്ടുന്നില്ല. അപ്പൊ നമ്മളതൊന്ന് വന്ന് നോക്കിയതാണ്. രണ്ടാമത് മനസ്സിലാവും. വേറെ നിങ്ങളെ കൂടാതെ ഇതൊരു സീനിയർ ക്ലർക്ക് സാർ. സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അവരവരുടെ വലിയ പ്രയാസമൊന്നും കിട്ടുന്നതാണ്. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയാൻ കഴിയുന്നു. വിളിക്കാം. ഉത്തര നീളരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി വരുന്നത്. ആകെ ക്യൂ നിൽക്കാനുള്ള ദൂരം ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ആളെ കൂടിയിട്ടാണെങ്കിലും ഇവിടെ നിൽക്കുന്നവരുടെ നോക്കണം. ശരി, നമസ്കാരം. ഡ്യൂറേഷൻ ഒന്ന് കുറച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്നൊരു സെക്ഷൻ ഇതാണ്. പരീക്ഷാ ഭവൻ ഇവിടെ കളക്ഷൻ കൊടുത്തു, ഡ്യൂപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടു. 2 മാസമായി 3 മാസമായി കിട്ടുന്നില്ല എന്നല്ല. അതുകൊണ്ടാണ് ഞാനിന്നൊന്ന് നേരെ നോക്കിയിരിക്കുന്നത്. അറിയുന്നത്. അപ്പൊ ഏതായാലും അതൊന്ന് പ്രോപ്പറാക്കണം. ആളുകളെ വല്ലാതെ ഡിലേ വരുത്തരുത്. നമ്മളെ പലരും ഡ്യൂപ്ലിക്കേറ്റുകളിലെ വിവരങ്ങൾ സ്കൂളുകളിൽ പോയി തിരുത്തി തിരിച്ചു വരുന്നത് കൊണ്ടുള്ളതാണ് നിലവിലെ കാലതാമസമെന്ന് പരീക്ഷാ ഭവനിലെ ജീവനക്കാർ മന്ത്രിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കാലതാനുസൃതമായി മാറ്റം വരുത്താൻ മന്ത്രി നിർദ്ദേശിച്ചു. അതിനുവേണ്ടി പരീക്ഷാ ഭവനിൽ അടിയന്തിരമായി 60 ലാപ്ടോപ്പുകൾ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. അപേക്ഷകൾ ലഭിച്ചാൽ 15 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ നൽകണം. പരീക്ഷാ ഭവനിലെ റിസപ്ഷനിലെ ഫോണുകൾ എടുക്കുന്നില്ലെന്ന പരാതി മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകർക്ക് വിവരങ്ങൾ നൽകാൻ റിസപ്ഷനിലും സൂപ്രണ്ടുമാർക്കും മൊബൈൽ ഫോൺ സൗകര്യം ഉറപ്പാക്കണമെന്നും അപേക്ഷകർ കൂടുതൽ സമയം ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ കൗണ്ടറിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണമെന്നും മന്ത്രി പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് കർശന നിർദ്ദേശം നൽകി. ഒരുപാട് സമയം 2-3 മാസമാണെങ്കിൽ കിട്ടുന്നില്ല. ലാസ്റ്റേ ഉള്ളൂ അവിടെ കൊടുക്കുന്നതിന്റെ ഗ്രേഡ് ഉണ്ട് സാറേ. അപേക്ഷ ഒന്ന് കൊടുത്താൽ 2 മണിക്കൂർ കൊണ്ട് കൊടുക്കും. കാസർഗോഡ്
കൊടുത്തോളാം രണ്ട് ഫയലാണ് ഇനി നിങ്ങൾ അന്വേഷിച്ചത് റെഡി ആയിട്ടുണ്ട് നേരത്തെ ഉണ്ടാവുന്ന വേഗത്തിൽ പോകണം പരമാവധി സ്പീഡ് എവിടേക്ക് തരാം വേഗത്തിൽ ചെയ്തു തരാം എല്ലാം അവിടെ കൊടുത്താൽ മതി സർട്ടിഫിക്കറ്റ് കളക്ഷനാണ് കൊടുത്തിട്ട് എത്രയായി എന്താ നമുക്ക് 2 മാസം അതിനാവുന്നു 2 മാസമായോ അപ്പൊ നിങ്ങൾ അന്വേഷിച്ചപ്പോ എന്താ നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്വേഷിച്ചോ A1-ൽ പള്ളിയിൽ ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരോട് മറ്റാരോടും ചോദിച്ചു പോലെ ഡീറ്റെയിൽസ് കറക്റ്റ് നമ്പർ അറിയാല്ലേ ആ ഫൈൻ നമ്പർ തരും അത് മാത്രമായിട്ട് എന്തിനാ സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ്. ഇക്കാര്യങ്ങളെല്ലാം പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ മോണിറ്ററിംഗ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കർശന മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേലിക ന്യൂസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഓണാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.